ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വീഡിയോ ദൃശ്യം രസകരമായതാണ്, എന്നാൽ വളരെ വ്യസനം നിറഞ്ഞതുമാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ മലയാളികൾ മാലിന്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വക ആവലാതിയാണ്. അത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് തീരൂ എന്നുള്ള ചില ദൃഢനിശ്ചയം പോലെയാണ് നമ്മൾ മലയാളികൾ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ആളുകളാണ് എന്ന് ഓർക്കണം. സാക്ഷരതയിലും മറ്റും എല്ലാം ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന നമ്മൾ ഈ കാണുന്ന വീഡിയോ മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ വാഴപ്പിള്ളിക്കും പുളിഞ്ചോടിനും ഇടയിലുള്ള ലിസ്യു സെൻറ്റർ ജംഗ്ഷൻ അല്ലെങ്കിൽ മിൽമ ജംഗ്ഷൻ അല്ലെങ്കിൽ ജിയോ പമ്പ് ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന ജംഗ്ഷനിലെ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ കാണുന്നത് വഴിയരികിൽ ഒരു പൂന്തോട്ടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസങ്ങളിൽ ഓരോ 4 അടി പൂന്തോട്ടത്തിൻ്റെ ദൈർഘ്യം നീളുകയാണ്. മറ്റൊന്നുമല്ല, ഈ കാണുന്നത് ഒരു ദേവാലയത്തിൻ്റെ ഫ്രണ്ടാണ്. ലിസ്യു സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കുരിശും കുരിശുപടിയും ഒക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഒരു കാലത്ത് കുറച്ച് നാൾ മുമ്പ് മാലിന്യം കുന്നുകൂടി ഇട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദുർഗന്ധം വമിച്ചുകൊണ്ട് ഇതൊരു ദേവാലയമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് പോലും കൊടുക്കാതെ ഇവിടെ മാലിന്യം കുന്നുകൂടി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ദേവാലയത്തിൻ്റെ അതിൻ്റെ സംഘാടകർ അവരെന്തൊക്കെയോ തീരുമാനിച്ചിട്ട് അത്രയും ഭാഗം ടയറിൽ മണ്ണ് നിറച്ച് കുറച്ച് ചെടികൾ വയ്ക്കാൻ തീരുമാനിച്ചു. അവിടെ കുറച്ചിട ചെടി വച്ച് പരിപാലിച്ചു വന്നപ്പോൾ അതിൻ്റെ അടുത്ത സ്ഥലത്ത് തന്നെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ തുടങ്ങി. എന്നാൽ മുനിസിപ്പാലിറ്റിയുടെ ക്യാമറയും ഒക്കെ ഇവിടെ ഉണ്ട്. മുനിസിപ്പാലിറ്റി ആളെ വെച്ചു മാലിന്യം വലിച്ചെറിയുന്നവരെ പിടിക്കാനായി. ഇതൊക്കെ പരാജയപ്പെട്ടു. അപ്പോഴാണ് ഈ പള്ളിക്കാർ അല്ലെങ്കിൽ ഈ ലിസ്യു സെൻറ്റർ അതിൻ്റെ സംഘാടകർ അവിടെ ചെടികൾ പരിപാലിക്കാൻ തുടങ്ങിയത്. ഈ കാണുന്ന രീതിയാണ് മാലിന്യം കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, വളരെ രസകരമായിട്ടുള്ളൊരു മതിലാണ്. വളരെ നീണ്ട ഒരു മതിൽ പുറത്ത് സിനിമാ പോസ്റ്ററുകളൊക്കെ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് അത്രയും സ്ഥലം പള്ളിയുടെ ആ പ്രവർത്തകർ ടയറിൽ മണ്ണ് നിറച്ച് ചെടികൾ പിടിപ്പിച്ചു. അത്രയും ഭാഗത്തും മാലിന്യം ഇടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി അത് കഴിയുമ്പോൾ ആ ചെടിയുടെ എവിടെ പറ്റിയാണോ ചെടി പരിപാലിച്ചിട്ടുള്ളത് അത് കഴിയുമ്പോൾ ആ ഭാഗത്തായി മാലിന്യം വീണ്ടും നിക്ഷേപിക്കാൻ തുടങ്ങി. എന്തിരുന്നാലും ഇവിടെ മാലിന്യം നിക്ഷേപിച്ചേ പറ്റൂ എന്നുള്ളൊരു വാശിയാണ്. സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്താണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇടുമോ? നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇതിലൊരു പരിഹാരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. മുനിസിപ്പാലിറ്റിക്ക് വേണമെങ്കിൽ നിങ്ങളെ കൈയോടെ പിടികൂടി ശിക്ഷിക്കാം. നിങ്ങൾ നോക്കുക, അത്രയും ഭാഗം ഗാർഡൻ പിടിപ്പിച്ചതിന് ശേഷം അതിനപ്പുറത്തായി ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെ മാലിന്യം ഇങ്ങനെ നിക്ഷേപിക്കുകയാണ്. ഓരോ ദിനവും മുനിസിപ്പാലിറ്റി വന്ന്, നഗരസഭയുടെ വണ്ടികൾ വന്ന്, അതിൻ്റെ പണിക്കാരും ഒക്കെ വന്ന് കൈയും കാലും കൂടെ തൂത്തുകൂട്ടി വാരിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് നാറാതെ നമ്മൾ നിലനിൽക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, എത്രമാത്രം പറഞ്ഞാലും കൊണ്ടാലും മനസ്സിലാകാത്ത നമ്മൾ നിങ്ങളെ ആരെ നിയന്ത്രിക്കാനാണ്? നിങ്ങൾ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമം തന്നെയാണ്. നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ കാണുന്നവർ, ഈ വലിച്ചു കൊണ്ടുപോകുന്നവരൊക്കെ മനുഷ്യരാണ്. അവർക്കും കുടുംബങ്ങളുമുള്ളതാണ്. നിങ്ങളുടെ മാലിന്യങ്ങൾ ഇവർ ഒരു മടിയും കൂടാതെ വലിച്ചു കൊറ്റിക്കൊണ്ട് പോകുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നിങ്ങൾ എന്തുമാകട്ടെ എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പുരയിടത്തിൽ തന്നെ സംസ്കരിക്കാൻ നിങ്ങൾ തയ്യാറാകുക എന്ന് മാത്രമാണ് എനിക്ക് ഇതിലൂടെ പറയുവാനുള്ളത്. അത്രയും ഭാഗം ഗാർഡൻ പിടിപ്പിച്ചിട്ടും അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും മാലിന്യം വലിച്ചെറിയൂ എന്നുള്ള ഒരു ദുർവാശി, അത് എന്നെ കാണുന്നവർ ഇവിടെ ആരെങ്കിലും നിക്ഷേപിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കണം. ഇത് എല്ലാവർക്കും ഒരു മാതൃകയാകണം. ഇങ്ങനെ നമ്മൾ വഴിയരികിൽ വലിച്ചെറിയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കണ്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും സന്തോഷവും നൽകിക്കൊണ്ട്, എന്നെ ആദ്യത്തായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷവുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.